ഫരിസേയർ യേശുവിനെ എങ്ങനെ വാക്കിൽ കൊടുക്കാമെന്ന് ആലോചന നടത്തി യേശുവിന്റെ അരികിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. സീസറിന് നികുതി കൊടുക്കുന്നത് നല്ലതോ തിന്മയോ എന്നാണ് യേശുവിനോട് ചോദിക്കുന്നത്. ഉത്തരം എന്തുമാകട്ടെ, അവരുടെ മനസ്സിലെ ആഗ്രഹത്തിലേയുള്ളൂ വാക്കിൽ കൊടുക്കുക. ഇതിലൂടെ അവൻ പറയുന്ന ഉത്തരം അനുസരിച്ച് അവനെ വിധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ അടുത്തും സംസാരിക്കാൻ വരുന്നവർ ഇതുപോലൊക്കെ തന്നെയാണ്. നമ്മളൊന്ന് ചൂടാക്കുക, നമ്മളെ ഒന്ന് ചൊറിയുക എന്ന് കുറേയേറെ ആഗ്രഹം അവരുണ്ടാകും. ആ സമയത്ത് നമ്മുടെ വികാരങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി നമ്മൾ അവരെ ആക്രമിക്കുകയാണോ ചെയ്യുക എന്നുള്ളതാണ്. ആ സമയത്ത് ദൈവത്തെ പോലെ ഒരു വിവേകത്തോട് ഉത്തരം പറയാൻ, ചില സ്ഥലങ്ങളിൽ നിശബ്ദമാകാൻ, ചിലവർ ചോദിക്കുന്നത് കാണുമ്പോൾ മിണ്ടാതെ പോകാൻ, അതിന് ഉത്തരം മതി. മിണ്ടാതെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ഉത്തരം മതി അവർക്ക്. അല്ലെങ്കിൽ ചിലവരുടെ അടുത്ത് നമ്മളൊന്നും സംസാരിക്കാതെ ചില കുറച്ച് വാക്കുകൾ സംസാരിച്ച് അതാണ് അവസാനിപ്പിക്കാൻ. അങ്ങനെ വിവേകത്തോടുകൂടി സംസാരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സംസാരത്തിലൊരു വിവേകം നമുക്ക് അത്യാവശ്യമാണ്. ഈ ഫരിസേയരെ പോലെ നമ്മുടെ ചുറ്റും കുറേ പേരുണ്ട്. നമ്മളെങ്ങനെ വാക്കിൽ കൊടുക്കാം? ഉള്ളിൽ ദുഷ്ടതകൾ വെച്ച് നടക്കുന്ന കുറേ പേര്. അത് അവരുടെ ഉള്ളിൽ അവർ തിന്മ വിചാരിച്ചിട്ടുണ്ടാകാം. ആ തിന്മ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ നമ്മളോട് പറയുക, സംസാരിക്കുക. അതുകൊണ്ട് ദൈവം അതിന് കൃത്യമായിട്ട് ഉത്തരമാണ് നൽകിയത്. ആ ദൈവത്തിൻ്റെ ഒരു വേഗം കിട്ടാൻ വേണ്ടി നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം.